ഹലോ ഫ്രണ്ട്സ്, വെള്ളനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റു കേട്ടോ. നല്ല ഇരുട്ടുണ്ട്, എന്നാൽ അത്യാവശ്യം ഇത്തിരി നേരമൊക്കെ വെളുത്തിട്ട്, പക്ഷെ നല്ല ഇരുട്ടുണ്ട് കേട്ടോ. നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചം വന്നിട്ടില്ല. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ തീ പിടിപ്പിക്കും, ചോറ് വെക്കണമല്ലോ പോവാറാകുമ്പോഴേക്കും. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് വന്ന് തീയൊക്കെ പിടിപ്പിച്ചു കേട്ടോ. പട്ടയൊക്കെ കാണിച്ചാൽ ആകെ ഇത്തിരി മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2-3 ദിവസം നല്ല മഴ ഉണ്ട്. അപ്പം നനഞ്ഞിട്ട് അങ്ങനെ ഒന്നും കത്തണമെന്നില്ല. വിറകാണിച്ചാൽ ഒരു നനവൊക്കെ ഉള്ള കാരണം കത്തണില്ല. അങ്ങനെ പട്ടയൊക്കെ കത്തിച്ച് നമ്മൾ തീയൊക്കെ പിടിപ്പിച്ചു കേട്ടോ. പുകഞ്ഞിട്ട് ചന്തല്ല കേട്ടോ, നല്ല നല്ല പുക ഉണ്ട്. തീ ആണിച്ചാൽ നേരെ കത്തണില്ല. അങ്ങനെ തീയൊക്കെ കത്തിച്ച് അടുപ്പത്ത് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. വെള്ളം ചൂടാകുമ്പോഴേക്കും പോയിട്ട് നമ്മൾ മുറ്റൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കുട്ടൊക്കെ നീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുറ്റൊക്കെ അടിക്കാൻ തുടങ്ങാണ്. നല്ല വെളിച്ചമായി. നമ്മൾ കുറച്ച് നേരം വൈകിട്ടെന്ന്, ഇനി എന്തായാലും വേണ്ടില്ല, ഓരോ പണികൾ നോക്കാതെ വഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓരോ പണികളൊക്കെ നോക്കാൻ തുടങ്ങി. മുറ്റത്താണെന്ന് വെച്ചാൽ നല്ല കുപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴേക്കും തീ കെട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ തീ കത്തിക്കാൻ പോയി. അടുപ്പാണെന്ന് വെച്ചാൽ നല്ല പുകയുണ്ടെന്ന്, ചോറ് കൊണ്ടുപോകാൻ പറ്റില്ലേ എന്ന് വിചാരിച്ചു കേട്ടോ. നല്ല പുകയുണ്ട്. അപ്പം നമ്മൾ അടുപ്പൊക്കെ കത്തിച്ചു. വീണ്ടും നമ്മൾ വന്ന് മുറ്റടിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. 4 വശം മുറ്റൊക്കെ അടിച്ച് വരുമ്പോഴേക്കും വെള്ളം നന്നായി ചൂടായിട്ടാണ്, പുകഞ്ഞിട്ട് അങ്ങനെ കത്തിയിട്ട് വെള്ളമൊക്കെ ചൂടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടു കേട്ടോ. ഒരു പണി ഒരുങ്ങിയിട്ടില്ല, ഇനി കൊണ്ടുപോകാൻ ഉപ്പേരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ വെള്ളപ്പയർ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിലേക്കൊരു മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഉപ്പേരിക്കുള്ള കഷ്ണങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ മക്കളൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ, നല്ല ഉറക്കമാണ്. കാശിക്കുട്ടനാണിച്ച് രാവിലെ ഫാനൊക്കെ നിർത്തിയിട്ട് ഭയങ്കര കൊതുകിൻകടിയൊക്കെ കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മ നെയ്റ്റൊക്കെ വന്ന് കുറച്ച് നേരം ആയിട്ടുണ്ട്. അപ്പോൾ കോഴികളൊക്കെ വിടുകയാണ് കേട്ടോ. നമ്മുടെ ചാത്ത മുന്നോടി, നമ്മുടെ ചാത്തനെ കണ്ടില്ല എന്ന് പറയണവരൊക്കെ ഉണ്ട്. നമ്മുടെ ചാത്ത മുന്നോടി തുറക്കുമ്പോഴേക്കും അവനെ ഫ്രണ്ടിൽ ഓടണം കേട്ടോ. അതാണ് അവനെ കാണാത്തതാരും. അപ്പോൾ കോഴിക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ചെറിയ വിറ്റൊക്കെ ഉണ്ട് കേട്ടോ. വിറ്റങ്ങളെ വിട്ട് കഴിഞ്ഞ് പരുന്തൊക്കെ വന്ന് കൊണ്ടുപോകും. അതുകൊണ്ട് കുറച്ച് അപ്പുറത്തെ കൂട്ടിലാണ്. ആ വിറ്റങ്ങളെ വിട്ടിട്ടില്ല കേട്ടോ. ഇതാണ് നമ്മുടെ കോഴിക്കുട്ടൻ നിൽക്കുന്നുണ്ടോ, ചാത്തൻ. ഞങ്ങളങ്ങനെ കേട്ടോ പറയാറ്, കാണില്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞായിരുന്നു. ചായയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ചായ ഇരുന്ന് കുടിക്കുകയാണ്. ഏട്ടൻ രാവിലെ നിന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചട്നി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഏട്ടൻ ഞാൻ വിളിച്ചായിരുന്നു. ഏട്ടൻ അപ്പോൾ വന്നിട്ട് നമുക്ക് തേങ്ങയൊക്കെ പൊളിച്ചു, തേങ്ങയൊക്കെ ചിരവി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനെ അമ്മ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ അമ്മ ചായയും കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ തേങ്ങ ചിരവിൻ്റെ ഭയങ്കര തിരക്കിലാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ കുളിക്ക് കഴിഞ്ഞ് വന്നു വിളക്ക് വയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ച് നമ്മുടെ കണ്ണനെ എല്ലാവരും വിളക്കൊക്കെ കൊളുത്തി വെച്ച് നന്നായി പ്രാർത്ഥിച്ചു കേട്ടോ. വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞ് നേരെ കുറിയൊക്കെ കേട്ടോ നേരെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാനാണ് കേട്ടോ പോയത് രാവിലെ. അപ്പോഴേക്ക് സമയം ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ നമ്മൾ പാത്രത്തേക്ക് ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് ഏട്ടനുള്ള ചായ കൊടുത്തു കേട്ടോ. അപ്പോൾ ഏട്ടൻ അടുത്തിരുന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഏട്ടൻ നീറ്റ് കുറേ നേരമായി. ഇപ്പോൾ തേങ്ങയൊക്കെ പൊളിക്കാനൊന്നും ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ചായയൊക്കെ അമ്മ വെച്ചിട്ട് കുറച്ച് നേരമായി കേട്ടോ. അപ്പോൾ ചായയൊക്കെ ഒരു അത്യാവശ്യം ഒന്ന് ആറിയിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളപ്പയർ ആ മസാല അടുപ്പത്ത് വെച്ചായിരുന്നു, അതും ആയിട്ടുണ്ട് കേട്ടോ. ഇഡലി അപ്പുറത്തിരുന്ന് ആവണുണ്ട്. ചട്നിക്കുള്ളത് അരച്ചിട്ടില്ലെങ്കിൽ ചട്നിക്കുള്ളത് അരയ്ക്കണം. ഉള്ളി വാട്ടിയിട്ട് അതിലേക്ക് മസാല ഉണ്ടാക്കിയിട്ട് നമ്മുടെ വെള്ളപ്പയർ അതിലേക്ക് ഇടുകയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നും ഇല്ല കേട്ടോ. ഇന്നത് അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത്തിരി തൈര് ഇരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു കച്ചമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഇന്നൊരു മരിപ്പുണ്ട്. അപ്പോൾ അമ്മ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ പണികളൊക്കെ ഒരുങ്ങി രാവിലെ നേരത്തെ നമ്മൾ പുറപ്പെടലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറൊക്കെ ആക്കി കുറച്ച് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ചോറാക്കി എനിക്ക് ഏട്ടനുള്ള ചോറ് 10 മണിക്ക്. ഏട്ടൻ 10 മണിക്ക് കൊണ്ടുപോകാറില്ല കേട്ടോ, ഞാൻ മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. രാവിലെ ചിലപ്പോൾ കഴിക്കുക കേട്ടോ, രാവിലെ ചിലപ്പോൾ കഴിക്കില്ല. അങ്ങനെ ചോറൊക്കെ ആക്കി ഞങ്ങളങ്ങനെ പോകാൻ നിൽക്കണം കേട്ടോ. വണ്ടിയൊക്കെ തിരിച്ച് നമ്മൾ പോകാൻ റെഡിയായി നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ടാറ്റ, ബൈ ബൈ, സീ യു.